ഹലോ ഗൈസ്, വെൽക്കം ടു ന്യൂ വീഡിയോ. അപ്പോൾ നിങ്ങളുടെ +2 എക്കണോമിക്സിൻ്റെ എക്സാം വരാൻ പോവുകയാണ്. ഈ വരുന്ന 19-ാം തീയതി തന്നെ നിങ്ങളുടെ എക്സാം. അപ്പോൾ 19-ാം തീയതി നിങ്ങളുടെ എക്സാം നടക്കുന്ന സമയത്ത് അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, കുറച്ചെന്ന് പറയുമ്പോൾ ഒരു 70-ലധികം ചോദ്യങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഓരോ പാർട്ടുകളായിട്ടായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ഓരോന്നായിട്ട് ചെയ്യുന്നത് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യുന്നത് വേറെ ഒന്നുമല്ല, നിങ്ങൾക്ക് കൂടി പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് തുടങ്ങാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ ഓഫ് ഈസ് എ ഫീച്ചർ ഓഫ്. ഓക്കെ, നോക്കിയാൽ നിങ്ങളിവിടെ പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ. നമുക്കറിയാം പ്രൈസ് ടേക്കിംഗ് ബിഹേവിയർ നമ്മൾ ആകെ പഠിച്ചിട്ടുള്ള ഒരേ ഒരു മാർക്കറ്റേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, അത് പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ആണ്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം കേട്ടോ. അതായത് സമ്പൂർണ്ണ കിടമത്സര കമ്പോളമാണ് ഇതിൻ്റെ ഉത്തരം വരിക. അതായത് വില സ്വീകരിക്കൽ പെരുമാറ്റ രീതി എവിടെ വരുന്നത്? പൂർണ്ണ മത്സര കീടകമ്പോളം അല്ലെങ്കിൽ സമ്പൂർണ്ണ മത്സര കീടകമ്പോളം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ്റെ ഫീച്ചർ പഠിച്ചു വെക്കുക എന്നുള്ള മസ്റ്റാണ്, പരീക്ഷയ്ക്ക് ചോദ്യം വരും. ഇനി രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ട്രൂ? ശരിയായത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ തന്നിരിക്കുന്ന ചോദ്യത്തിൽ ഒരു 3 എണ്ണം എന്തായിരിക്കും തെറ്റായിരിക്കും, 1 മാത്രം എന്തായിരിക്കും ശരിയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ആ ശരി കണ്ടുപിടിക്കാൻ നമ്മളോട് പറഞ്ഞേ. അപ്പോൾ ഓരോന്നായിട്ട് വായിച്ചു നോക്കാം. ഫിക്സഡ് കോസ്റ്റ് വിൽ ബി 0 വെൻ ഔട്ട്പുട്ട് ഈസ് 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഔട്ട്പുട്ട് 0 ആകുമ്പോൾ ഫിക്സഡ് കോസ്റ്റ് 0 ആണോ? അല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട് ടോട്ടൽ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരിക്കലും 0 ആവില്ല എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് തന്നെ തെറ്റാണെന്ന് മനസ്സിലായി. ഇനി രണ്ടാമത്തത്, ദർ ആർ ഫിക്സഡ് കോസ്റ്റ് ഇൻ ദ ലോങ് റൺ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ലോങ് റണ്ണിൽ ഫിക്സഡ് കോസ്റ്റ് ഉണ്ടാവും. ഇല്ല, അവിടെ ഏത് മാത്രമേ ഉള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഏതുണ്ടാവുള്ളൂ? വേരിയബിൾ കോസ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ആ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റും തെറ്റാണ്. ഇനി മൂന്നാമത്, ദ ഷേപ്പ് ഓഫ് മാർജിനൽ കോസ്റ്റ് കർവ്. നമുക്കറിയാം മാർജിനൽ കോസ്റ്റ് കർവ് എന്ന് പറയുന്നത് MC കർവ്. MC കർവിൻ്റെ ഷേപ്പ് റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറയാം. റെക്ടാങ്കുലർ ഹൈപ്പർബോള അതാണ് വരുന്നത്. അല്ല, റെക്ടാങ്കുലർ ഹൈപ്പർബോള എന്ന് പറഞ്ഞാൽ MC അല്ലാതെ ഏതാ വരുന്നത്? AFC കർവാണ് വരേണ്ടത് അല്ലേ. അപ്പോൾ ഈ തന്നിരിക്കുന്ന 3 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. അപ്പോൾ ശരി ഉത്തരം ഏത് വരിക? അവസാനത്തെ ഓപ്ഷൻ ആയിട്ടുള്ള വേരിയബിൾ കോസ്റ്റ് വിൽ ബി 0 വെൻ ഔട്ട്പുട്ട് ഈസ് 0. നമ്മൾ പഠിച്ചിട്ടുണ്ട് വെൻ ക്വാണ്ടിറ്റി ഈക്വൽ ടു 0 ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എന്തായിരിക്കും? 0 എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതാണ് ഉത്തരം വരിക. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം മലയാളത്തിൽ ഇങ്ങനെ വരിക. താഴെ കൊടുത്തിരിക്കുന്ന ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഉൽപ്പാദനം 0 ആകുമ്പോൾ മാത്രമാണ് വിഭേദക ചെലവുകൾ എന്താവുന്നത്? 0 ആവുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ 2 ക്വസ്റ്റ്യനായി. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്കിവിടെ. വെൻ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് നെഗറ്റീവ്. നമുക്കറിയാം മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് MU അല്ലേ. MU 3 അവസ്ഥയിലൂടെ കടന്നു പോകാൻ നമ്മൾ പഠിച്ചു. MU പോസിറ്റീവ് ആകും, MU ഡൗൺവേർഡ് ആകും, പിന്നെ MU എന്ത് ചെയ്യും? 0 ആയി മാറും, പിന്നെ MU എന്ത് ചെയ്യും? നെഗറ്റീവായിട്ടും മാറും. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേജിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഈ പറഞ്ഞ MU നെഗറ്റീവ് ആകുമ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിക്ക് എന്താ സംഭവിക്കുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ട് MU കർവ് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. മാർജിൻ യൂട്ടിലിറ്റി 0 ആകുന്ന കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാർജിൻ യൂട്ടിലിറ്റി 0 ആകുന്ന സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ആയിരിക്കും 0 ആകുന്നത്. ആ സമയത്ത് ടോട്ടൽ യൂട്ടിലിറ്റി എന്താണ്? മാക്സിമം ആണ്. പക്ഷേ നമ്മളോട് പറഞ്ഞ മാർജിൻ യൂട്ടിലിറ്റി എന്താവുന്നതെന്ന് പറഞ്ഞാൽ നെഗറ്റീവിലേക്ക് പോകുന്നതല്ലേ. നെഗറ്റീവ് പറഞ്ഞാൽ താഴേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ടോട്ടൽ യൂട്ടിലിറ്റി കുറയുകയാണ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഉത്തരം ഏത് വരിക? ഫോൾസ് എന്ന് പറയുന്ന ഓപ്ഷൻ C ആണ് വരിക. അതായത് മൂന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരത്താണ് സീമാന്ത ഉപയുക്തത നെഗറ്റീവ് ആകുമ്പോൾ മൊത്തം ഉപയുക്തത എന്തായി മാറുന്നു? അത് കുറയുന്നു എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഇനി നാലാമത്തെ ചോദ്യം, ദ വർക്കിംഗ് ഓഫ് മാർക്കറ്റ് മെക്കാനിസം ഈസ് എ കീ ഫീച്ചർ. ഓക്കെ, മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം മാർക്കറ്റ് അഥവാ കമ്പോള സംവിധാനം എന്ന് പറയുന്നത് അല്ലേ. കമ്പോള സംവിധാനം എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് മാർക്കറ്റ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെടുത്താണ്? വേറെ ഏതുമല്ല, നമ്മുടെ ക്യാപിറ്റലിസ്റ്റ് എക്കോണമി. ഏതാണ്? മുതലാളിത്ത സമ്പദ് വ്യവസ്ഥയുടെ ഫീച്ചറാണ് മാർക്കറ്റ് മെക്കാനിസം എന്ന് പറയപ്പെടുന്നത് അല്ലേ. എന്നാൽ സോഷ്യലിസ്റ്റ് എക്കോണമിക്ക് അതല്ല. അവിടെ എന്താണുള്ളത്? നമ്മുടെ സെൻട്രലൈസ്ഡ് പ്ലാനിംഗ് ആണുള്ളത്. സെൻട്രലി പ്ലാൻഡ് എക്കോണമിയും സോഷ്യലിസ്റ്റ് എക്കോണമി രണ്ടും സെയിം ആണെന്നുള്ള അറിയാം. ആൻഡ് കമാൻഡ് എക്കോണമി എല്ലാം നമുക്ക് വരുന്നത് നമ്മുടെ ഉത്തരം ഏതാണ്? ക്യാപിറ്റലിസ്റ്റ് എക്കോണമിയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ 4 ചോദ്യങ്ങളായി. ഇനി അടുത്ത ചോദ്യങ്ങൾ നോക്കാം നമുക്കിവിടെ. 5ാമത്തെ ചോദ്യമാണ്, ദ റീസൺ ഫോർ ദ കോൺവെക്സ് ഷേപ്പ്. ഓക്കെ, കോൺവെക്സ് ഷേപ്പ് ഓഫ് ഇൻഡിഫറൻസ് കർവ്. നമുക്കറിയാം ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് ഇതാ ഇങ്ങനെയാണ് വരിക അല്ലേ. ഇതാണ് ഇൻഡിഫറൻസ് കർവിൻ്റെ ഷേപ്പ് വരുന്നത്. ഇത് കോൺവെക്സ് ആവാനുള്ള കാരണം, കോൺവെക്സ് പറഞ്ഞാൽ ഇങ്ങനെ അകത്തേക്ക് കുഴിഞ്ഞിട്ടുള്ള ഈ ഷേപ്പ് ആവാനുള്ള കാരണം എന്താണ്? ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വന്നിട്ടുണ്ട് ഡിമിനിഷിങ് മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് MRS പഠിച്ചിട്ടുണ്ട് അല്ലേ. ഈ MRS എന്താണ്? കുറഞ്ഞുകൊണ്ടിരിക്കും എപ്പോഴും. അതുകൊണ്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഇൻഡിഫറൻസ് കർവ് ഇങ്ങനെ കോൺവെക്സ് ഷേപ്പ് വരാനുള്ള കാരണം. അതുകൊണ്ട് ഓപ്ഷൻ A ആണ് ആൻസർ വരുന്നത്. അപജയ സീമാന്ത പ്രതിസ്ഥാപന നിരക്കാണ് നിസ്സംഗത വക്രത്തിൻ്റെ കോൺവെക്സ് ആകൃതിക്കുള്ള കാരണം എന്ന് പറയുന്നത്. ഇനി 6ാമത്തെ ചോദ്യം, റൈസ് ഇൻ ഡിമാൻഡ് ഡ്യൂ ടു ഫോൾ ഇൻ പ്രൈസ് ഈസ് നോൺ ആസ്. ഓക്കെ, അതായത് ഡിമാൻഡ് എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഡിമാൻഡ് കൂടുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ക്വാണ്ടിറ്റി ഡിമാൻഡ് കൂടണമെങ്കിൽ എന്ത് ചെയ്യണം? പ്രൈസ് കുറയണം അല്ലേ. പ്രൈസ് കുറയുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള കേസാണ് എക്സിനെ കാണുമ്പോൾ നമുക്ക് പേടിയാണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡാണ് വരുന്നത്. എക്സ്പാൻഷൻ ഓഫ് ഡിമാൻഡ് അല്ലെങ്കിൽ ചോദന വികാസം എന്നാണ് മലയാളത്തിൽ പറയുന്നത് കേട്ടോ. അപ്പോൾ ചോദന വർദ്ധിക്കുന്നതിന് അറിയപ്പെടുന്നത് ചോദന വികാസം എന്നും, ചോദന കുറയുകയാണെങ്കിൽ അതിനെ ചോദന സങ്കോചം എന്ന് പറയുന്നു. ഇംഗ്ലീഷിലാകുമ്പോൾ ഡിമാൻഡ് കുറയുന്നതിന് പറയുന്നത് കോൺട്രാക്ഷൻ ഓഫ് ഡിമാൻഡ് എന്നാണ് കേട്ടോ. ഇനി 7ാമത്തെ ചോദ്യം, വിച്ച് വൺ ഓഫ് ദ ഫോളോവിങ് ഈസ് നോട്ട് റിലേറ്റഡ് ടു റിട്ടേൺസ് ടു സ്കെയിൽ. ഓക്കെ, റിട്ടേൺസ് ടു സ്കെയിൽ നമുക്കറിയാം. അതിൽ ഏതാണ് വരാത്തത് നമ്മളോട് ചോദിച്ചത്? ഇൻക്രീസിങ്, കോൺസ്റ്റൻറ്റ്, ഡിക്രീസിങ് ആൻഡ് നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ എന്നാണ് തന്നിരിക്കുന്നത്.
നമുക്കറിയാം ഇവിടെ എന്ത് വരില്ല, നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തന്നെ വരില്ല. നമ്മൾ പഠിച്ചിട്ടുണ്ട് IRS പഠിച്ചിട്ടുണ്ട്, ദെൻ CRS പഠിച്ചിട്ടുണ്ട്, അവസാനം പഠിച്ചത് DRS ആയിരുന്നു അല്ലേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ ആൻഡ് ഡിമിനിഷിങ് റിട്ടേൺ ടു സ്കെയിൽ. മലയാളത്തിലെ ആദ്യത്തെ 3 വർദ്ധമാന പ്രത്യയം, സ്ഥിര പ്രത്യയം, അപജയ പ്രത്യയം. നെഗറ്റീവ് പ്രത്യയം എന്ന് പറയുന്നത് എന്തില്ല, നമുക്ക് വരുന്നതല്ല. അതുമായിട്ട് ബന്ധപ്പെടാത്തതാണ് നെഗറ്റീവ് പ്രത്യയം അഥവാ നെഗറ്റീവ് റിട്ടേൺ ടു സ്കെയിലാണ് ഇരുന്നത്. അപ്പോൾ 7 ചോദ്യങ്ങളായി. ഈ 8ാമത്തെ ചോദ്യം നോക്കാം. ടെക്നോളജിക്കൽ പ്രോഗ്രസ് ലീഡ്സ് ടു ഡാഷ്. ഓക്കെ, അതായത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സപ്ലൈ നിർണ്ണയിക്കുന്ന ഘടകമാണ് അല്ലേ. അപ്പോൾ സപ്ലൈ നിർണ്ണയിക്കുന്ന ഘടകമാകുമ്പോൾ സപ്ലൈ പോസിറ്റീവിലാണ് നിർണ്ണയിക്കുന്നത്. ലെഫ്റ്റ്വേർഡ് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ കർവ് പറഞ്ഞാൽ തെറ്റാണ്, സപ്ലൈ കുറയുന്ന അതിൻ്റെ അർത്ഥം. ബാക്ക്വേർഡ് ഷിഫ്റ്റ് ഓഫ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞാലും സപ്ലൈ കുറയുന്ന അർത്ഥം. ഡിക്രീസിങ് സപ്ലൈ കർവ് എന്ന് പറഞ്ഞാലും തെറ്റാണ് ഉത്തരം. നമ്മുടെ ഉത്തരം ഏത് വരിക, റൈറ്റ്വേർഡ് ഷിഫ്റ്റ് ഇൻ സപ്ലൈ കർവ്, അതായത് ഓപ്ഷൻ D ആണ് നമ്മുടെ ശരിത്തിന് വരിക. അപ്പോൾ ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഈ ചോദ്യത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ വേറെതല്ല, നമ്മൾ പഠിച്ചിട്ടുണ്ട്, അതായത് ഡിറ്റർമിനൻസ് ഓഫ് സപ്ലൈ അല്ലേ. ഈ പറഞ്ഞിരിക്കുന്ന സപ്ലൈയെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ആ ഘടകങ്ങൾ വെച്ചിട്ടുള്ള ചോദ്യമാണല്ലോ. നമുക്കറിയാം ഇൻപുട്ട് പ്രൈസ് ഉണ്ട്, അതേപോലെ തന്നെ യൂണിറ്റ് ടാക്സ് പഠിച്ചിട്ടുണ്ട് ആൻഡ് ടെക്നോളജിക്കൽ പ്രോഗ്രസ്. ഇത് 3 നോക്കട്ടോ. ഇനി അടുത്ത ചോദ്യം, ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി. ഏതൊരു +2 പഠിക്കുന്ന വിദ്യാർത്ഥി മറക്കാൻ പാടില്ലാത്ത പുസ്തകമാണ്. നമുക്കറിയാം ജനറൽ തിയറി ഓഫ് എംപ്ലോയ്മെൻറ്റ് ഇൻട്രസ്റ്റ് ആൻഡ് മണി എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയവരാണ്. ഈ 4 ഓപ്ഷനിൽ നമുക്കറിയാം ഓപ്ഷൻ B ആണ് ശരിത്തരം. JM കെയ്ൻസ് ആണ് വരിക അല്ലേ. കാരണം ജനറൽ തിയറി അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഓപ്ഷൻ B ആണ് നമ്മുടെ ശരിത്തരം വരിക. ഇനി 10ാമത്തെ ചോദ്യം, എക്സ്പെൻഡിച്ചർ ഓൺ ക്യാപിറ്റൽ ഗുഡ് ഈസ് നോൺ ആസ്. ഓക്കെ, ക്യാപിറ്റൽ ഗുഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ മുകളിൽ നമ്മൾ ചിലവഴിക്കുന്നതിന് എന്താ പറയുക, പാരഡോക്സ് ഓഫ് ത്രിഫ്റ്റ് ആണോ അല്ല, കൺസംഷൻ ആണോ അല്ല, ഈ എക്സ്റ്റേണാലിറ്റീസ് ആണോ അല്ല, പിന്നെ എന്താ പറയുക, ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുക അല്ലേ. അതായത് മൂലധന വസ്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ചിലവഴിക്കൽ. നമ്മൾ മൂലധന വസ്തുക്കൾ എന്ന് പറയുമ്പോൾ എന്താ, പുതിയ മെഷീൻസും കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി നമ്മൾ പണം ചിലവാക്കും അല്ലേ. അതിനെന്താ പറയുക, ഉപഭോഗം എന്നല്ല പറയുക, നിക്ഷേപം എന്നാണ് പറയുക. അപ്പോൾ 10 ചോദ്യങ്ങളായി. 10 ചോദ്യം മാത്രമല്ല അതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് നോക്കാം അടുത്ത ചോദ്യം. 11ാമത്തെ ചോദ്യം, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് റെഫേഴ്സ് ടു ഡാഷ്. ഓക്കെ, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പറയുമ്പോൾ നമുക്കറിയാം OMO. ഇത് എന്തുമായിട്ട് ബന്ധപ്പെട്ടത്, നമ്മുടെ മണി ആൻഡ് ബാങ്കിങ് എന്ന് പറയുന്ന ചാപ്റ്റർ മാക്രോ എക്കണോമിക്സിനുള്ള ചോദ്യമാണ്. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് ബോണ്ട് ബൈ സെൻട്രൽ ബാങ്ക്, ലെൻഡിങ് ലോൺ അറ്റ് ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ലെൻഡിങ് ലോൺ അറ്റ് ഹയർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഈ പറഞ്ഞതിന് നിങ്ങൾക്ക് കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് പറയുമ്പോൾ നമുക്കറിയാം ഷെയർ മാർക്കറ്റ് ബന്ധപ്പെട്ടതാണ് അല്ലേ. അവിടെ നോക്കിയാൽ തന്നെ നമുക്കറിയാൻ പറ്റും ഈ ലോണ് അങ്ങനെയുള്ള ടേമുകളും അതേപോലെ ഗുഡ്സ് ആൻഡ് സർവീസ് ഒന്നും അതിൽ വരുന്നില്ല. നമ്മുടെ ഓപ്ഷൻ ഇപ്പോൾ ഏതായിരിക്കും ശരി ഉത്തരം, ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗവൺമെൻറ് ബോണ്ട്സ് ഇൻ ബൈ സെൻട്രൽ ബാങ്ക്. ഓക്കെ, അപ്പോൾ കേന്ദ്ര ബാങ്ക് ഗവൺമെൻറ് ബോണ്ടുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനാണ് എന്തറിയപ്പെടുന്നത്, തുറന്ന പരസ്യ വിപണി അല്ലെങ്കിൽ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞത്. ഓപ്ഷൻ A ആണ് ശരി ഉത്തരം. ഇനി 12ാമത്തെ ചോദ്യം, ദ ഓട്ടോണമസ് കൺസംഷൻ വെൻ ഇൻകം ഈസ് 0. ഓക്കെ, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ ഇൻകം. ഓക്കെ, വെൻ അവർ ഇൻകം ഈക്വൽ ടു 0 അവർ കൺസംഷൻ വിൽ നോട്ട് ബി ഈക്വൽ ടു 0 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ കയ്യിൽ 1 രൂപ പോലെങ്കിലും നമുക്ക് ചിലവുകൾ ഉണ്ടായിരിക്കും. ആ ചിലവുകളെ നമ്മൾ കൺസംഷൻ എന്ന് പറയാം. അങ്ങനെയുള്ള ചില കൺസംഷനാണ് നമ്മൾ എന്ത് പറയുന്നത്, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മളതിനെ C-ബാർ എന്ന് പറയാറുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം, വെൻ ഇൻകം ഈസ് 0 എന്ന് പറയുന്നത്, ഇൻകം 0 ആകുമ്പോൾ പോലും എന്താണ് കൺസംഷൻ എന്ന് പറയുന്നത്, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ഓപ്ഷൻ A ആണ് നമ്മുടെ ശരി ഉത്തരം. പോസിറ്റീവ് ആയിരിക്കും എന്ന് പറയുന്നത് അല്ലേ. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ പഠിച്ചിട്ട് കൺസംഷൻ്റെ ഇക്വേഷൻ എന്താ, C=C⁻+ BYD എന്നാണ് പഠിച്ചിട്ടുള്ളത് അല്ലേ. ഇതിലെ C-ബാറിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്മോൾ ലെറ്റർ A എന്ന് ഓട്ടോണമസ് ഇൻകമായിട്ടും കാണിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ബേസ് വെച്ചിട്ടാണ് നമ്മളിത് പറഞ്ഞത് കേട്ടോ. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്കിവിടെ. വീണ്ടും പ്രൈസ് ഇലാസ്റ്റിറ്റി ഓഫ് ഡിമാൻഡ് അറ്റ് ഓൾ പോയിന്റ്സ് അലോങ് ദ ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ്. ഓക്കെ, ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഇങ്ങനെയാണല്ലേ ഹൊറിസോണ്ടൽ ഡിമാൻഡ് കർവ്. അപ്പോൾ ഈ സമയത്ത് വരുന്ന ഇലാസ്റ്റിസിറ്റിയുടെ വാല്യൂ എത്രയെന്ന് വെച്ചിരിക്കുന്നത് നമുക്കറിയാം. എന്താണ്, ഇൻഫിനിറ്റി ആയിരിക്കും നമ്മുടെ ഇലാസ്റ്റിസിറ്റി, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇൻഫിനിറ്റിയാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി വരുന്നത്. മലയാളത്തിൽ എന്ത് പറയാം, അനന്തതയായിരിക്കും നമ്മുടെ തിരശ്ചീന ചോദനവക്രത്തിലെ എല്ലാ ബിന്ദുക്കളിലുമുള്ള വില ഇലാസ്തികത എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ അവിടെ കൊടുത്തിരിക്കുന്ന ചോദ്യമാണ്, വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് ട്രൂ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീറ്റീവ് മാർക്കറ്റ്. പെർഫെക്റ്റ് കോമ്പറ്റീഷൻ മാർക്കറ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് പ്രൈസും മാർജിൻ റവന്യൂവും ആവറേജ് റവന്യൂ ഡിമാൻഡും എല്ലാം തുല്യമാണെന്ന് പഠിച്ചത് അല്ലേ. അങ്ങനെ ഒരു ഇക്വേഷൻ എവിടെ വരുന്നത് നോക്കുക, അതായിരിക്കും നമ്മുടെ ഉത്തരം. ഓപ്ഷൻ C അതാണ്. P=AR =MR എന്ന് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ C ആണ് നമ്മുടെ ശരി ഉത്തരം വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പോകണേ. വെൻ ഇൻകം ഓഫ് കൺസ്യൂമർ ഇൻക്രീസസ് ഡിമാൻഡ് ഫോർ ഗുഡ് X ഇൻക്രീസസ്. എന്ന് വെച്ചാൽ കൺസ്യൂമറുടെ ഇൻകം കൂടുമ്പോൾ എക്സിൻ്റെ ഡിമാൻഡ് എന്ത് ചെയ്തു, കുറയുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അങ്ങനെയാണ് എക്സ് ഗുഡ് എന്താണെന്ന് നമ്മളോട് ചോദിച്ചത്.
നമുക്കറിയാം നമ്മുടെ ഇൻകം കൂടുമ്പോൾ ഡിമാൻഡ് കുറയുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരേ ഒരു കൂട്ടി ഏതാണ്? ഇൻഫീരിയർ കൂട്ടി, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? താഴ്ന്ന തരം വസ്തുക്കൾ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ താഴ്ന്ന തരം വസ്തുക്കളാണ് ഈ പറഞ്ഞ ഇൻകമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ബാക്കിയെല്ലാം പ്രൈസുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കും. ഇനി അടുത്ത ചോദ്യം, എ പ്രൊപ്പോർഷണൽ ഇൻക്രീസ് ഇൻ ഓൾ ഇൻപുട്ട് റിസൾട്ട് ആൻഡ് ഇൻക്രീസ് ഇൻ ഔട്ട്പുട്ട് ബൈ സെയിം പ്രൊപ്പോർഷൻ. ഓക്കെ, അതായത് സെയിം പ്രൊപ്പോർഷനിലാണ് എന്ത് ചെയ്യുന്നത്? ഇൻപുട്ട് എത്ര കൊടുത്താലും കാര്യമില്ല, അതിൻ്റെ അതേ സെയിം പ്രൊപ്പോർഷനിലാണ് എന്ത് വരുന്നത്? ഔട്ട്പുട്ട് വരുന്നതെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? കോൺസ്റ്റൻറ്റ് ഇൻക്രീസിങ്, നെഗറ്റീവ് ഡിക്രീസിങ് പറയുന്നുണ്ട്. ഉത്തരം ഓപ്ഷൻ എ ആണ് വരുന്നത്, കോൺസ്റ്റൻറ്റ് റിട്ടേൺ ടു സ്കെയിൽ അഥവാ സ്ഥിര നിരക്കിലുള്ള ആദായം എന്നാണ് പറയാറുള്ളത്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങൾ തൽക്കാലം നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് രണ്ടാമത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണുന്നതായിരിക്കും. ഓൾ ദി ബെസ്റ്റ്, ബൈ.